ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരളം ഒന്നാകെ ചർച്ച ചെയ്ത അന്തിച്ചർച്ചകളിൽ വളരെ വലിയ വിഷയമായി മാറിക്കഴിഞ്ഞ മനുഷ്യ മനസ്സാക്ഷിക്ക് ആദ്യം ഒരു പക്ഷേ വിശ്വസിക്കാൻ മടിയുണ്ടായിരുന്ന ഒരു വലിയ സമാധി പിന്നീട് പല മാധ്യമങ്ങളും പല രീതിയിൽ വ്യാഖ്യാനിച്ച പിന്നീട് ആ ഒരു മൃതദേഹം പുറത്തെടുക്കുന്നതിന് വരെ കേരള ജനത ഒന്നാകെ കാത്തിരുന്ന് പിന്നീട് ഒടുവിൽ പലതരത്തിലും ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് അതിൻ്റെ സത്യാവസ്ഥകൾ, വാർത്തകൾ, പിന്നീട് വന്ന കാര്യങ്ങൾ. എന്തായാലും മഹാസമാധിയായിട്ട് തന്നെ പിന്നീട് നടത്തി. പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, കേരളം കഴിഞ്ഞ ഒരാഴ്ചക്കാലമായിട്ട് ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന സമാധി തന്നെയാണ് ആറാലുംമൂട് നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ സമാധി തന്നെയാണ്. അവിടെ ഇപ്പോഴും സാധാരണ യുക്തിക്ക് നിരക്കാതെ അതിന് മുകളിൽ അവശേഷിക്കുന്ന ചില ചോദ്യങ്ങളും അതിൻ്റെ സാധ്യതകളുമാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. നമ്മളെല്ലാവരും ആദ്യം തന്നെ ഇത്തരത്തിലൊരു കാര്യം നടന്നപ്പോൾ നമ്മൾ മനസ്സിൽ ഉറപ്പിച്ചതാണ്, ഇതെന്തായാലും കരുതി കൂട്ടിയുള്ള ഒരു കൊലപാതകമാണ്. അതിനെ മറയ്ക്കാൻ വേണ്ടി അവർ പലതരത്തിലുള്ള മൊഴികൾ നൽകുന്നു. പക്ഷേ പിന്നീട് കാത്തിരിപ്പ് എന്ന് പറയുന്നത് ആ ഒരു കല്ലറ പൊളിക്കാനും അതിനകത്ത് എന്താണ് എന്ന് അറിയുവാനുമുള്ള, ഇവർ പറഞ്ഞതൊക്കെ സത്യമാണോ എന്ന് തിരിച്ചറിയുവാനുള്ള ഒരു സമയമായി. പക്ഷെ പിന്നീട് അവർ കുടുംബം അനുമതി നൽകി, അത് കല്ലറ പൊളിച്ചു. അതിനുശേഷം അവിടെ കണ്ട ദൃക്സാക്ഷികൾ, അതിനുശേഷം ഉണ്ടായ കാര്യങ്ങൾ, അവരെല്ലാം എന്താണോ ആ കുടുംബം മൊഴി നൽകിയത് അതുപോലെ തന്നെയായിരുന്നു ആ ഇരിക്കുന്ന തരത്തിൽ തന്നെ മൃതദേഹം, ആ ഒരു സമാധി ഇരിക്കുന്ന തരത്തിൽ തന്നെ കണ്ടുപിടിക്കുകയുണ്ടായി. പിന്നീട് പോലീസിനുൾപ്പെടെ സംശയമുണ്ടായിരുന്നു. അതിന് പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുവാനുള്ള ഒരു വെയിറ്റിംഗിലായി. എന്തെങ്കിലും തരത്തിലുള്ള കൊലപാതക ശ്രമമോ അല്ലെങ്കിൽ ശ്വാസം മുട്ടിച്ച് കൊല്ലുകയോ അതുമല്ല എങ്കിൽ മറ്റ് അസ്വാഭാവിക മരണത്തിനുള്ള കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമോ എന്ന ഒരു തേടലായി. പക്ഷേ ഒടുവിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും വന്നപ്പോഴും ഏറ്റവും പുതുതായിട്ട് കണ്ടുപിടിക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു സ്വാഭാവിക മരണം എന്ന തരത്തിൽ തന്നെ വിധി എഴുതി. അത് മറ്റൊന്നുമല്ല, എന്തെങ്കിലും ഒരു ഉദ്ദേശ താല്പര്യത്തോടു കൂടിയാണോ ഇത് ചെയ്തത്? അതുമല്ല എങ്കിൽ പോലും ഒരു പക്ഷേ അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ടാകാം. അതിനുശേഷം ഇവർ ഇങ്ങനെ ചെയ്തായിരിക്കൂടെ? ചിലപ്പോൾ പല പ്രശ്നങ്ങളുമുള്ള ഒരു അമ്പലമാണെന്ന് പറഞ്ഞു, അതിൻ്റെ ഫേമസിനോ അല്ലെങ്കിൽ പ്രശസ്തിക്കോ വേണ്ടി ചെയ്തായിരിക്കൂടെ? അതുമല്ല എങ്കിൽ അവർ പറഞ്ഞതിൻ്റെ ആദ്യ ഭാഗം എങ്ങനെ ശരിയാകാനാണ്? തനിക്ക് മരണം വരുന്നു എന്ന് ഉറപ്പിച്ചുകൊണ്ട് ഒരാൾ പോയി അവിടെ സമാധി ഇരിക്കുന്നതിലെ ഇപ്പോഴും ആ ഒരു യുക്തിയില്ലായ്മയാണ് പ്രേക്ഷകരെ അല്ലെങ്കിൽ ഇത് കാണുന്ന സാധാരണ മനുഷ്യരെ വീണ്ടും വീണ്ടും ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഒരുപക്ഷെ അദ്ദേഹം സ്വാഭാവികമായി മരണപ്പെട്ടിട്ടുണ്ടാകാം, അതിനുശേഷം ഈ പറഞ്ഞ പോലെ സമാധി ഇരുത്തിയതാകാം. പക്ഷെ എങ്ങനെയാണ് സ്വയം സമാധിയാകുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് പോയി ഇരിക്കുകയും അത് പിന്നീട് അതേ രീതിയിൽ ജീവൻ പോവുകയും ചെയ്യുന്നത് എന്നാണ്. അതിൽ ഇനിയും ചില സത്യങ്ങൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു, ഇനിയും അന്വേഷണം വേണ്ടിയിരിക്കുന്നു. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.